ചേലക്കരയിൽ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പ്രചാരണ രംഗം കൊഴുപ്പിക്കാൻ നേതാക്കളുടെ വൻനിര. ഇടത് സ്ഥാനാർത്ഥിക്കായി മുഖ്യമന്ത്രി ഇന്ന് 3 യോഗങ്ങളിൽ പങ്കെടുത്തു. നാളെയും മുഖ്യമന്ത്രി മണ്ഡലത്തിൽ തുടരും. പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനുമാണ് UDF ക്യാമ്പിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. BJPയും DMKയും സജീവമായി പ്രചരണ രംഗത്ത് തുടരുന്നതിനാൽ അവസാനവട്ട അടിയൊഴുക്കുകൾ നിർണായകമാകും. സായ്കുമാർ ചേരുന്നു ചേലക്കരയിൽ നിന്ന്. സായ്കുമാർ, ചേലക്കരയിലെ അവസാന ട്രെൻഡ് എങ്ങനെ? സുജിയ, ശക്തമായ മത്സരം നടക്കുന്നുവെന്ന് തന്നെയാണ് ചേലക്കരയിൽ നിന്ന് നമുക്ക് ഈ നിമിഷവും പറയാൻ കഴിയുക. മുഖ്യമന്ത്രി തന്നെ ഇടത് സ്ഥാനാർത്ഥിക്ക് വേണ്ടി അവസാന ലാപ്പിൽ പ്രചാരണത്തിനെത്തിയിരിക്കുന്നു. ഇപ്പോഴും ഈ വൈകിയ വേളയിൽ മുഖ്യമന്ത്രിയുടെ പൊതുയോഗം ചെറുതുരുത്തിയിൽ നടക്കുകയാണ്. നാളെയും 3 യോഗങ്ങളിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് പാഞ്ഞാൾ പഞ്ചായത്തിലാണ്. അവിടെ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുന്ന UDFന്റെ വലിയൊരു റാലി നടക്കുന്നു. അല്പം മുമ്പ് KPCC അധ്യക്ഷൻ പങ്കെടുത്ത KSUവിന്റെ ഒരു വിദ്യാർത്ഥി റാലി നടന്നു. അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളെ അണിനിരത്തി പരമാവധി പ്രവർത്തകരെ ഉൾപ്പെടുത്തിയിട്ടുള്ള വലിയ റാലികളും പ്രകടനങ്ങളുമാണ് ഇന്ന് നടന്നത്. നാളെ വീണ്ടും ഇതേ രീതിയിലുള്ള പ്രവർത്തനം അവസാന ലാപ്പിൽ ഉണ്ടാകും എന്നാണ് അറിയുന്നത്. മറ്റന്നാൾ കൊട്ടിക്കലാശവും മുന്നണികളുടെ ശക്തി പ്രകടനം തന്നെയായിരിക്കും. അതായത് ഇടതു വലത് മുന്നണികൾ ഒരു തീപാറും പോരാട്ടത്തിന്റെ പ്രതീതി തന്നെ മണ്ഡലത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ ആവേശം പ്രചാരണ രംഗത്തും പ്രകടമാണ്. വലിയ ആത്മവിശ്വാസത്തിലാണ് നേതാക്കൾ എല്ലാവരും സംസാരിക്കുന്നത്. മുഖ്യമന്ത്രി അടക്കം ചേലക്കരയിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല, ഒരു ഇളക്കവും ഉണ്ടാകില്ല എന്ന് പറയുമ്പോൾ പ്രതിപക്ഷ നേതാവടക്കം 96-ന് ശേഷം ഇതാദ്യമായി ചേലക്കര മാറാൻ പോകുന്നു എന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. എന്തായാലും ശക്തമായ മത്സരം ചേലക്കരയിൽ നടക്കുന്നുവെന്ന് ഇരു മുന്നണികളുടെയും നേതാക്കൾ സമ്മതിക്കുന്നുണ്ട്. അതോടൊപ്പം BJPയും DMKയും ശക്തമായ പ്രചാരണ രംഗത്തുണ്ട്. ഈ പാർട്ടികൾ, ഈ മുന്നണികൾ പിടിക്കുന്ന വോട്ടുകൾ കൂടിയായിരിക്കും യഥാർത്ഥ വിജയിയെ തീരുമാനിക്കുക. ഒരുപക്ഷെ സുജിയ, ഒരു വിലയിരുത്തൽ പ്രകാരം ആര് വിജയിച്ചാലും ഒരു വലിയ ഭൂരിപക്ഷം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് പറയാൻ കഴിയുക.